അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ കാളിയനിക്സിൻ്റെ ഒരു കുറച്ച് ബേസിക് കമാൻഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ലിനക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറച്ച് ബേസിക് കമാൻഡ്സും കാര്യങ്ങളും മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു 5-6 കമാൻഡ്സ് മാത്രം നമ്മൾ മെയിനായിട്ട് പറയുന്നുള്ളൂ. അപ്പം ബാക്കി നമുക്ക് ഓരോ ടൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കമാൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുള്ള ഇതിനുള്ള മുമ്പുള്ള ലിനക്സിൻ്റെ ടൂൾസൊക്കെ നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ട്യൂട്ടോറിയൽ ചെയ്യും. അപ്പം നമുക്ക് എല്ലാ ട്യൂട്ടോറിയലും നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്താണ് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ ഒരു മാൽവെയർ കയറ്റി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവരുടെ ഫുൾ ആക്സസ് എങ്ങനെ എഴുതിയെടുക്കാന്ന് വെച്ചാൽ 100% ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ആയാലും നമുക്ക് 100% ബാൻ ചെയ്യും. നമ്മളൊരു റീൽ തന്നെ ഇട്ടിട്ട് നമുക്കതിന് സ്ട്രൈക്ക് വരുന്നുണ്ട്. അപ്പം 100% ഇല്ലീഗലായിട്ടൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ നമ്മൾ അത് ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടുന്നൊരു സംഭവം. അപ്പോൾ ഒരു 99% ആളുകൾക്ക് സക്സസ്ഫുൾ ആണ്. അപ്പോൾ സക്സസ്ഫുൾ ആവാത്തവർ മെയിനായിട്ട് ഈ എന്തെങ്കിലും ഒരു പാക്ക് റീചാർജ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ഇത് ആക്റ്റീവായി കിട്ടാത്തത്. നമ്മൾ സിം ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു മെത്തേഡ് നമ്മുടെ വന്നിട്ടുണ്ട്, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ജിയോ സിം 5G 4G യൂസേഴ്സിനും VA യൂസേഴ്സിനും ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടുന്ന അതേ ഒരു മെത്തേഡ് ട്രിക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് വേണ്ടവർ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നേരെ ലാഗ് അടിക്കുന്നില്ല, നേരെ വീഡിയോ. അപ്പോൾ തന്നെ ആദ്യം നമ്മൾ കാളിയനിക്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ കാളിയനിക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പം ഈ നമ്മുടെ ഇൻ്റർഫേസും കാര്യവും ടെർമിനലും പിന്നെ ജസ്റ്റ് കുറച്ച് ബേസിക് ഞങ്ങൾ കാലിങ്സ് ബാക്കിലോട്ട് ടെർമിനൽ എങ്ങനെ പോകാം, അങ്ങനെ ഹോമിലോട്ട് പോകാം, അങ്ങനെ കുറച്ച് ബേസിക് കമാൻഡ്സ് മാത്രം നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇത് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ കാണുകൾക്ക് ട്യൂട്ടോറിയൽ ആയിരിക്കും. അപ്പം നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്ന എന്തെങ്കിലും എററും കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾക്കും വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബേസിക് തൊട്ട് നമുക്ക് കാളിയനിക്സ് ട്യൂട്ടോറിയൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ്സ് ഒക്കെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അപ്പോൾ സ്ക്രീനിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കാളിയനിക്സിലെ ടൂൾസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കിടക്കുന്ന വെർഷൻസും ഫയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് sudo apt അപ്ഡേറ്റ് എന്നൊരു കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ തൊട്ട് കോപ്പി ചെയ്യുക. അപ്പോൾ ഇവിടെ കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ലിനക്സിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാനും മതി. ജസ്റ്റ് ടെർമിനൽ ഓഫ് ചെയ്യാം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുമ്പുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാളിയനിക്സ് എന്ത് ചെയ്താൽ നമ്മൾ ടെർമിനലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി വിൻഡോസ് യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ജസ്റ്റ് sudo apt അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ sudo apt അപ്ഡേറ്റ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്താണ് ചെയ്യാം. ജസ്റ്റ് sudo apt അപ്ഡേറ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ sudo പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാളിയനിക്സ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് കാളിയെന്നായിരിക്കും. ഞാൻ ഓൾറെഡി നേരത്തെ ഉള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, കാളിയെന്നായിരിക്കും. അപ്പോൾ കാളിയെ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കാം. ഇവിടെ വർക്കിംഗ് ആകുന്നുണ്ട്. ഒരു ജസ്റ്റ് കുറച്ച് ടൈം എടുക്കും. എനിക്ക് വലിയ ടൈം എടുക്കില്ല, കാരണം ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പം കുറച്ച് ടൈം പിടിക്കും. അപ്പം വീഡിയോ പോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടൂൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിയർ അടിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അടുത്ത നെക്സ്റ്റ് കമാൻഡാണ് നമ്മൾ ഇപ്പം അപ്ഡേറ്റ് ആണ് ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് sudo apt അപ്ഗ്രേഡ് ചെയ്യണം. നമ്മുടെ സിസ്റ്റം ഫുൾ ഫയൽസും അപ്ഗ്രേഡ് ചെയ്യണം. എന്ന് വെച്ചാൽ നെറ്റ് കുറച്ച് നമ്മൾ ബേസിക് ടൂൾസ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ എൻ്റെ കമാൻഡ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട് sudo നമ്മൾ apt ഇൻസ്റ്റാൾ എന്നാണ് നമ്മൾ ടെർമിനക്സ് ടൈപ്പ് ചെയ്യണമെങ്കിലും. അപ്പോൾ ഇവിടെ ലിനക്സ് വരുമ്പോൾ sudo കൂടെ ചേർത്ത് ടൈപ്പ് ചെയ്യണം. നമ്മളിവിടെ sudo apt git അപ്ഗ്രേഡ് എന്ന് കൊടുത്തേക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനെ എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ റൂട്ടിൻ്റെ ഇത് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ടെർമിനൽ ഓഫ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ രണ്ടാമത്തെ ഇതിൽ വരുത്തില്ല. അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ മൂന്നാമത്തെ കമാൻഡാണ്. നമ്മുടെ മൂന്നാമത്തെ കമാൻഡ് വേറെ ഒന്നുമില്ല, നമ്മുടെ sudo dpkg സ്പേസ് ബാർ ഇടുക. പിന്നെ നമ്മൾ config എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം ഈ കമാൻഡ്സ് എല്ലാം ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. അപ്പം അതിന് എൻ്റർ കൊടുക്കുക. അത് വലിയ രീതി ഇത് വരുത്തില്ല. ഞാൻ ഓൾറെഡി apt അപ്ഗ്രേഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിവിടെ എറർ വന്നത്. അപ്പം നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ എററൊന്നും വരില്ല, നേരിട്ട് ഓപ്ഷൻസ് തന്നെ വരും. പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്
വേറൊന്നുമില്ല. നമുക്ക് കളിനെക്സിൽ ഓരോ നേരം ഓരോ സെർവേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഓരോ നേരം നമ്മുടെ ഐ പി അഡ്രസ് മാറിയിരിക്കണം. അതിന് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതാണ് ബേസിക്കലി ടോർ ബ്രൗസർ. ഇത് എൻ്റെ കളിനെക്സിൽ ടോർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ്സാണ് ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം ഇതിനായിട്ട് നമ്മൾ സുഡോ apt ഇൻസ്റ്റാൾ ടോർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഇവിടെ തന്നെ പെട്ടെന്ന് ടോർ ഇൻസ്റ്റാൾ ആയാലും നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയി വരുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ടോർ ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ടോർന്ന് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, ടോർ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ നേരം ടോർ അവിടെ ആക്റ്റീവ് ആവും. ഞാൻ അവിടെ ടോർ കൊടുക്കുന്നില്ല, അപ്പം നിങ്ങൾക്ക് ടോർ ആക്സസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആദ്യം കയറുന്ന ഒരു കാളി എന്നൊരു പാസ്വേഡ് നമ്മൾ സുഡോ റൂട്ട് പെർമിഷനകത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് കളിനെക്സ് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി കാളി എന്നാണ് പാസ്വേഡ് കൊടുത്തത്. അപ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സുഡോ പാസ്വേഡ് റൂട്ട് എന്ന് അടിക്കുക. അപ്പം ഫുൾ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. PASSWD എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ന്യൂ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നേരത്തെ പാസ്വേഡ് കളിയിലായിരുന്നു. അപ്പോൾ ന്യൂ പാസ്വേഡ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ന്യൂ പാസ്വേഡ് ടൈപ്പ് ചെയ്തു, എന്നിട്ട് എൻ്റർ കൊടുക്കുക. വീണ്ടും റീടൈപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ പാസ്വേഡ് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബേസിക് കമാൻഡ്സ് നമ്മൾ കളിനെക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ അപ്ഗ്രേറ്റും നമ്മൾ ടെർമിക്സ് ടൂൾസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു ബേസിക് കമാൻഡ്സ് മാത്രമാണ്. അപ്പം ഇതിന് നെക്സ്റ്റുള്ള വീഡിയോസിന് IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത് കുറച്ച് ലെന്ത് വേണ്ടാത്ത വീഡിയോ തന്നെയാണ് ഞാൻ കൂടുതൽ ഡിലേ അടിക്കാൻ പറയുന്നത്. കാരണം ഓൾറെഡി ഈ കമാൻഡ്സ് ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓൾറെഡി കഴിഞ്ഞ വീഡിയോസൊക്കെ കുറച്ച് ലെന്ത് എടുത്ത കാരണം നമുക്കൊരു ബേസിക് കമാൻഡ്സ് വേണ്ടതുകൊണ്ടാണ്. അപ്പം വലിയ രീതിയിൽ വ്യൂസും കാര്യങ്ങളില്ല. നമ്മൾ നെക്സ്റ്റ് വീഡിയോ 100% നമുക്ക് ബാൻ അടിക്കും. അതുകൊണ്ട് തന്നെ ഓൾറെഡി കമ്മ്യൂണിറ്റി ഗൈഡൻസ് എന്തായാലും ബാൻ അടിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ മാക്സിമം കണ്ടു തീർക്കുക ആ വീഡിയോ. കാരണം നമ്മൾ ഒരു എക്സ്ട്രീം മാൽവെയറിൻ്റെ ഒരു ടോപ്പിക്കാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് റൈറ്റ് എന്ന് പറയും. അപ്പോൾ ഓൾറെഡി അറിയാവുന്നവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇത് ഭയങ്കര വലിയൊരു മാൽവെയറാണ്. അപ്പോൾ ഓൾറെഡി ഇത് ചെയ്യുന്നത് തന്നെ വലിയൊരു ഇല്ലീഗൽ കാര്യമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ബാൻ ആയാലും നമുക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ലിങ്ക് കൊടുത്തപ്പോൾ കാണും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.